ഈ ഹോസ്പിറ്റൽ ഫീൽഡ് തന്നെയായിരുന്നു എൻ്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത്. സോ അതെനിക്ക് പെട്ടെന്ന് തന്നെ എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റി. അതെനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇപ്പം +2 കഴിഞ്ഞിപ്പം നെക്സ്റ്റ് അടുത്ത ക്യാരിയർ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ക്വസ്റ്റ്യൻ മാർക്ക് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ പ്രിഫർ ചെയ്യാൻ പറ്റിയ ഒരു കോഴ്സ് തന്നെയാണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. വളരെ കുറഞ്ഞ ആ ഒരു ഡ്യൂറേഷനിൽ തന്നെ നമുക്ക് കോഴ്സ് കംപ്ലീറ്റ് ആക്കി സർട്ടിഫിക്കറ്റും കൈ കിട്ടി നമുക്ക് ഇവർ തന്നെ പ്ലേസ്മെൻറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. എൻ്റെ പേര് സുജന. ഞാൻ ആലപ്പുഴ മാവേലിക്കരയിൽ നിന്നാണ് വരുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി അറിയുന്നത് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴാണ്. അപ്പോൾ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ഇവിടുന്ന് നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഇത് തന്നെ സെലക്ട് ചെയ്തത്. ഞാനിവിടെ 6 മന്ത്സിൻ്റെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സായിരുന്നു ചെയ്തിരുന്നത്. നല്ല രീതിയിൽ തന്നെ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. FICA സർട്ടിഫൈഡ് കോഴ്സാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ഒരു കോഴ്സായിട്ട് മാത്രം നമ്മൾ ഇത് ഒതുങ്ങുന്നില്ല. ഇത് ക്ലിനിക്കലായിട്ടും നോൺ ക്ലിനിക്കലായിട്ടും ഉള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ്, അതേപോലെ തന്നെ PROs, HR, അങ്ങനെ കുറേ അഡ്മിനിസ്ട്രേറ്റീവും ക്ലിനിക്കലായിട്ടുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിലും നമുക്കിത് വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം +2 കഴിഞ്ഞിപ്പം നെക്സ്റ്റ് അടുത്ത ക്യാരിയർ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ക്വസ്റ്റ്യൻ മാർക്ക് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ പ്രിഫർ ചെയ്യാൻ പറ്റിയ ഒരു കോഴ്സ് തന്നെയാണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. വളരെ കുറഞ്ഞ ആ ഒരു ഡ്യൂറേഷനിൽ തന്നെ നമുക്ക് കോഴ്സ് കംപ്ലീറ്റ് ആക്കി സർട്ടിഫിക്കറ്റും കൈ കിട്ടി നമുക്ക് ഇവർ തന്നെ പ്ലേസ്മെൻറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇപ്പം എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ആയി 3 മന്ത്സിനുള്ളിൽ തന്നെ എനിക്ക് കൊച്ചി തൃപ്പൂണിത്തുറയിൽ ഒരു ഹോസ്പിറ്റൽ ഞാൻ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അതിന്. ഈ ഹോസ്പിറ്റൽ ഫീൽഡ് തന്നെയായിരുന്നു എൻ്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത്. സോ അതെനിക്ക് പെട്ടെന്ന് തന്നെ എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റി. അതെനിക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ മകള് സുജന. മോള് ഇവിടെ ക്രസൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത്. അപ്പം ഞങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് എടുത്ത പല സ്ഥാപനങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഓഫ്ലൈൻ എക്സാം എഴുതണമെന്ന് പറഞ്ഞ്, പിന്നെ 1 മാസം ടാലി ഇവിടെ വന്ന് ചെയ്യണമെന്ന് പറഞ്ഞ്. അപ്പോൾ അത് നല്ലതായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ക്രസൻറ്റിലോട്ട് മോളെ വിട്ടത്. കുഴപ്പമൊന്നുമില്ല. പ്ലേസ്മെൻ്റ് ആയിട്ടുണ്ട്. എക്സാമൊക്കെ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റൊക്കെ കിട്ടി 3 മാസമായപ്പം പ്ലേസ്മെൻറ്റ് കിട്ടി. ഇവിടെ നമുക്ക് കൊച്ചിയിൽ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് ബോറടി ഉണ്ടാകും കുട്ടികൾക്ക്. പക്ഷേ അതൊന്നും അവർക്കുണ്ടായില്ല. നല്ല രീതിയിലുള്ള ക്ലാസ്സൊക്കെ ആയിരുന്നു. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കൂടാതെ തന്നെ ടാലി, അക്കൗണ്ടൻസി, GST അതും കൂടി അവർ ആഡ് ചെയ്ത് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും അങ്ങനെ വിളിച്ചു വെച്ചിട്ട് അതൊന്നും അവർ ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഇവിടെ ഇത് അഡീഷണൽ ആയിട്ട് പഠിപ്പിക്കുന്നുള്ളത് കൊണ്ട് നമ്മളിത് ചൂസ് ചെയ്തത്. ജോലിയൊക്കെ ആയി വളരെ സന്തോഷമുണ്ട്. ആദ്യമൊക്കെ ഞാൻ ഇവിടെ വന്ന സമയത്ത് എനിക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം ഓൺലൈനിൽ കൂടി ആയതുകൊണ്ട് ഇനി ക്ലാസ്സസ് ഒക്കെ മനസ്സിലാവുമോ ഇനി, അതോ അവരങ്ങ് ഓടിച്ചിട്ട് പഠിപ്പിക്കുമോ എന്നൊക്കെയുള്ള നല്ല കൺഫ്യൂഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഈ സർട്ടിഫിക്കറ്റിന് തന്നെ വാല്യൂ ഉള്ളത് തന്നെയാണോ എന്നൊക്കെ നല്ല ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മുന്നോട്ട് പോയപ്പോൾ മനസ്സിലായി ജെന്യുവിൻ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ്. വളരെ സന്തോഷമുണ്ട്.